ഹായ് ഹലോ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളിക്ക് അടുത്തുള്ള പോക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇന്ന് നമുക്കിവിടെ ചെയ്യാനുള്ള വർക്ക് ഈ അമ്പലത്തിൽ ചുറ്റുവിളക്ക് കത്തിക്കാനുള്ള വിളക്കുമാടം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വർക്കുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ വർക്ക് തുടങ്ങി കേട്ടോ. ആദ്യം നമ്മൾ 2 കാല് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കാല് ഇവിടെ ഉറപ്പിച്ചിട്ടുണ്ട്, അതേപോലെ ഇവിടെ ഒരു കാല് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ 2 കാലുകൾ വരും, ഒരെണ്ണം ഇതിലും വരും, ഒരെണ്ണം ഇതിലും വരും കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ 4 കാല് വെച്ചിട്ടുണ്ട് കേട്ടോ. 4 കാല് വെച്ചിട്ടുണ്ട്, 2, 3, 4. ഞാൻ അതിൻ്റെ ഉള്ളിൽ 5 ലെയർ വരും കേട്ടോ. ഇതുപോലത്തെ 5 ലെയർ വരും. ഇതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലും ചെയ്യണം, അതിൻ്റെ അപ്പുറത്തെ സൈഡും ചെയ്യണം കേട്ടോ. ഈ ഫ്രണ്ടിലും ചെയ്യണം, അതിൻ്റെ അപ്പുറത്തെ സൈഡും ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സൈഡത്തെ ലെയറുകളെല്ലാം ഓടിച്ച് കഴിഞ്ഞു കേട്ടോ. 5 ലെയറാണ് വരിക കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കള്ളി അടിക്കാനുണ്ട് കേട്ടോ. നമ്മളുടെ 5 ലെയർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ 1 സ്ക്വയർ ഫീറ്റിൽ കള്ളികൾ അടിക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഇനി നമുക്ക് ഇവിടെയും ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മളെ കള്ളികൾ അടിച്ച് ഒരുവിധമൊക്കെ ആയി കേട്ടോ. ഇനി ഇതാ ലാസ്റ്റ് ഈ ഒരു സൈഡും കൂടി കള്ളി അടിക്കാനുണ്ട്, ഈ സൈഡും കൂടി കള്ളി അടിക്കാനുണ്ട്. അങ്ങനെ നമ്മളുടെ ഒരു സൈഡിലത്തെ ഫിറ്റിങ് കഴിഞ്ഞു കേട്ടോ. കള്ളി അടിക്കലെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതിന് നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡ് കേട്ടോ. എന്ന് വെച്ചാൽ ഫ്രണ്ടിലല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡാണ് തന്നെ നമ്മൾ ചെയ്യാൻ പോണത്. അങ്ങനെ ഈ സൈഡിലത്തെ വർക്ക് നമ്മൾ തുടങ്ങി കേട്ടോ. ഈ സൈഡിൽ അധികം നീളമില്ല കേട്ടോ, 14 അടിയുള്ളൂ കേട്ടോ ഈ സൈഡ്. ഇപ്പം നമ്മൾ കള്ളികൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതാ ഈ ഫ്രണ്ട് വശം ചെയ്യാനുണ്ട് കേട്ടോ. ഈ സൈഡ് 14 അടിയും നമ്മൾ അപ്പുറത്തെ സൈഡ് വരുന്നത് അവിടെ അറ്റത്ത് അത് 24 അടിയാണ് കേട്ടോ വരുന്നത്. നമ്മൾ ആദ്യം 2 സൈഡിലത്തെയാണ് കേട്ടോ ആദ്യം ചെയ്തത്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് സൈഡാണ് കേട്ടോ ചെയ്യാനുള്ളത്. ഫ്രണ്ട് സൈഡിൽ ഇവിടെയും ചെയ്യാനുണ്ട്, അതേപോലെ അപ്പുറത്തെ സൈഡും ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളിത് ഫ്രണ്ടിലത്തെ വർക്ക് തുടങ്ങി കേട്ടോ. ഇപ്പോൾ ലെയർ ഓടിച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ കള്ളി അടിച്ച പോലെ ഈ സൈഡിലും കള്ളി അടിക്കാനുണ്ട് കേട്ടോ. കള്ളിക്കുള്ള പൈപ്പുകളെല്ലാം ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽ കള്ളി അടിച്ചതിന് ശേഷം നമുക്ക് ഇതാ ഈ സൈഡും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അപ്പുറത്തെ സൈഡ് ഓൾറെഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാ അങ്ങനെ നമ്മളുടെ സെറ്റിങ് സൈഡിലത്തെ കഴിഞ്ഞു, അതുപോലെ ഒരു സൈഡിലത്തെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതാ ഈ ഫ്രണ്ട് സൈഡും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. ഇതാ ഈ സൈഡാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോണത്. അതേപോലെ ഈ സൈഡിലത്തെയും ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഈ ഫ്രണ്ട് സൈഡും കൂടി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വെൽഡിങ്ങിൻ്റെ വർക്കാണുള്ളത്. അങ്ങനെ നമ്മളുടെ ഇവിടുത്തെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതാ ഇത് സൈഡ് വശം, ഇത് ഫ്രണ്ട് വശമാണ് കേട്ടോ. അതേപോലെ അതിൻ്റെ അപ്പുറത്ത് ഒരു 14 അടിയുടെ ഒരു പീസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു പണി വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ കിടക്കണ ഭാഗം ഉണ്ടല്ലോ, ഈ കിടക്കണ ഭാഗം ഒരു മിനിറ്റ് ഈ കിടക്കണ ഭാഗം അതിൻ്റെ ഫസ്റ്റത്തെ കള്ളി, അതുപോലെ ഇവിടുത്തെ ഫസ്റ്റത്തെ കള്ളി
അതിൽ ഒരു പ്ലസ് പോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മളതാണ് സെറ്റ് ചെയ്യാൻ പോണത്. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ വലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും ഇതേപോലെ ഒരു കള്ളിയിൽ മാത്രം പ്ലസ് അടിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ കള്ളിയിലും ഇതേപോലെ പ്ലസ് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ സെറ്റിങ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് വെൽഡിങ്ങിൻ്റെ വർക്കാണ് ചെയ്യാനുള്ളത്. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ ലെഫ്റ്റും റൈറ്റും സ്റ്റാർട്ടിങ്ങിൽ വരുന്ന പീസ് നമ്മൾ പ്ലസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ പ്ലസ് പോലെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നമ്മൾ പ്ലസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് വെൽഡിങ്ങിൻ്റെ വർക്കാണ് ചെയ്യാനുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോളിഷിങ്. അങ്ങനെ വെൽഡിങ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു കേട്ടോ. പോളിഷിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് അവിടെ ടച്ചിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ അവിടെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്തായിട്ട് ചരാതാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. ഇല്ലേ, ചരാത് ഫിറ്റ് ചെയ്യാൻ സാധനം ഓർഡർ ചെയ്തിട്ടുള്ളൂ. അവർ രണ്ടാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചരാത് ഫിറ്റ് ചെയ്യണ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ ഇതോടെ വീഡിയോ അവസാനിച്ചു കേട്ടോ. ഓക്കെ, താങ്ക് യു.